അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ ഖൈരിൽ ബഷർ ലക്കശുക്റു വഅലൈക തവക്കുൽ. ഇന്നത്തെ ഹദീസ് ക്ലാസ്സിൽ പറയുന്നത് പരിശുദ്ധമായ ഖുർആൻ ഓതേണ്ട ശൈലിയെപ്പറ്റിയാണ്. മഹാനായ ബുഖാരി ഇമാം, മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിയുമാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. നമുക്ക് ഹദീസിലേക്ക് പ്രവേശിക്കാം. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസ്. ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു. മാ അദിനല്ലാഹു ലിശൈഇൻ മാ അദിന ലിന്നബി ഹസന സൗത്തി യതഗന്നാ ബിൽ ഖുർആനി യജ്ഹറു ബിഹി. നല്ല ശബ്ദത്തിലും നല്ല ഈണത്തിലുമായി ഖുർആനോതുന്ന റസൂലുള്ളാഹിൻ്റെ ഖുർആനോത്തിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊന്നും കൂടുതലായി ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനോതുമ്പോൾ നല്ല ശബ്ദത്തിലും നല്ല ഈണത്തിലുമായി ഖുർആനോതുമ്പോൾ അള്ളാഹുവിന് ആ കർമ്മം വളരെ ഇഷ്ടമായിരുന്നു. അള്ളാഹു ആ കർമ്മത്തിന് വലിയ പ്രതിഫലം നൽകാറുണ്ടായിരുന്നു. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ ഓതേണ്ടത് അതിൻ്റെ തജ്വീദിൻ്റെ നിയമങ്ങൾ പാലിച്ച് നല്ല ശബ്ദത്തിൽ നല്ല ഈണത്തിലുമെല്ലാം ആ ഖുർആനിനെ ഓതണം. നല്ല പാട്ട് പാടാൻ കഴിയുന്ന ആളുകൾ വരെ ഖുർആൻ ഓതുമ്പോൾ ആ പാട്ടിൻ്റെ ആ ഈണവും ശൈലിയുമൊന്നും അവർ ഖുർആനിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാറില്ല. ആ ഭാഗം തജ്വീദിൻ്റെ നിയമങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ അത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മല്ലം യതഅന്ന ബിൽ ഖുർആനി ഫലൈസ മിന്ന. നല്ല ഈണത്തിൽ ഖുർആൻ ഓതാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല. അപ്പോൾ തജ്വീദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് മണിക്കേണ്ട സ്ഥലത്ത് മണിച്ച് നീട്ടേണ്ട സ്ഥലത്തെല്ലാം നീട്ടി അത് ഓതുമ്പോൾ അള്ളാഹുവിനത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും സന്തോഷത്തിലാക്കി തരട്ടെ. നാം ചെയ്യുന്ന ജോലികളിലും ബിസിനസ്സിലുമെല്ലാം ബറക്കത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഇഹപരവികളിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ സത്യവിശ്വാസികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.